ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ അമ്പലത്തിലാണ്. എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പശുമല എസ്റ്റേറ്റ്, വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് കേട്ടോ. അവിടെ ഫുൾ തേയിലയാണ്. അപ്പം അവിടുത്തെ അമ്പലത്തിൽ ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അമ്പലം വരെ പോകാനായിട്ട് വണ്ടിയൊക്കെ വരും, എന്നാലും ഞങ്ങൾ നടന്ന് പോകാമെന്ന് വെച്ചു കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. മൊത്തം തേയിലയാണ്, തേയിലയുടെ നടുക്കാണ് അമ്പലം കേട്ടോ. ഒരു ദേവീക്ഷേത്രമാണേ. തമിഴ്നാടിൻ്റെ ആ ഒരു രീതിക്കാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളുമൊക്കെ. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന് മുമ്പ് ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നിങ്ങളെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചു. ഇന്നും എൻ്റെ സൗണ്ട് മാറിയിട്ടില്ലേ, സൗണ്ട് അടച്ച് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങളൊന്നും ഓർക്കില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. എന്നിട്ട് അവിടെ തന്നെ വാതിൽക്ക് തന്നെ നമ്മൾ ചെരുപ്പെല്ലാം ഊരിടാം. വാതിൽക്കെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ നടയിലല്ല, അതിന് പുറത്തായിട്ട് കേട്ടോ. അവിടെ ഊരിയിട്ടിട്ട് ഞാനിങ്ങനെ അതിലെ കൂടെ നടന്നു പോകും. നല്ല രസമാണ് കേട്ടോ. ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ അമ്പലം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലൊക്കെ, അവിടെ കൊച്ചു കൊച്ചു അമ്പലങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എല്ലാം കയറി തൊഴുതായിരുന്നു. എന്നിട്ട് ആദ്യം മെയിനായിട്ടുള്ള അമ്പലത്തിൽ ദേവിയുടെ അവിടെ ഞങ്ങൾ വന്നു. അവിടെ ചുറ്റമ്പലമുണ്ട്, ചുറ്റിനും ഇങ്ങനെ ഓരോ ദൈവങ്ങളെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വന്ന് നമ്മൾ നവരാത്രിയുടെ ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് പൂജയുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ അതും ഞങ്ങൾ കണ്ടു. പിന്നെ ശിവൻ്റെയും അങ്ങനെ ഓരോ വിഗ്രഹങ്ങളും അകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ആ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം കയറി ഞങ്ങൾ തൊഴുതു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു മനസ്സിൽ. അപ്പം നിങ്ങളെ ഇതെല്ലാം കാണിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എല്ലാവരും ഇവിടെ ഒന്ന് വരണം. എന്തോ രസമാണെന്നറിയാവോ. ഇത്ര നല്ലൊരു ശാന്തമായ സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാമേ.